ഇതെന്താ ഈ കേരളത്തിൽ നടക്കുന്നത് എനിക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. ലോകം മുഴുവൻ കണ്ടതല്ലേ. ആരെയാണ് ഏത് കേസ് പ്രവർത്തകരാണ് അവരെ മർദ്ദിച്ചത്? അവരെ മർദ്ദിച്ചത്, മർദ്ദനം ഏറ്റിട്ടുണ്ടെങ്കിലും മർദ്ദിച്ചത് പോലീസുകാരാണ്. ഇന്നലെ എല്ലാവരും കണ്ടില്ലേ, വനിതാ പോലീസ് അടക്കമുള്ളവരാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ആകെ 4-5 കേസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അതിപ്പോ എല്ലായിടത്തും നടക്കുന്നതല്ലേ. കരിങ്കൊടി കാണിച്ചിട്ട് അവർ വളരെ സുഖമായി നടന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയ ആളിനെ അപ്പോഴാണ് ഫോൺ വരുന്നത്. സ്പീക്കറാണ് വിശദീകരിക്കുന്നത് ഇവർക്ക് പരിക്ക് പറ്റിയെന്നും മുഖ്യമന്ത്രിക്ക് വിളിച്ചു കൊടുക്കും. മുഖ്യമന്ത്രി ഉടനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നത്. ഇതെന്നാ വെള്ളരിക്ക പട്ടണമാണോ കേരളം? പണ്ടൊക്കെ CPM-ന് ഇത്തരം കള്ള പ്രചാരവേലകൾ ജനങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. എന്ത് കള്ളവും പ്രചരിപ്പിക്കാമായിരുന്നു. ഇപ്പം വിഷ്വൽ മീഡിയയുടെ കാലമാണ്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ഉണ്ട്. ഇതെല്ലാം പരിശോധിക്കട്ടെ. പക്ഷെ ഇത്രയും വലിയൊരു നടിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഗോവിന്ദൻ മാസ്റ്ററും ആരോഗ്യമന്ത്രിയും തമ്മിൽ മത്സരമാണ് ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ. രണ്ടുപേരും അഭിനയിക്കുകയാണ്. മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ആരാണ് കൊല്ലാൻ ശ്രമിച്ചത്? ആരെങ്കിലും ഒരു KSU പ്രവർത്തകനോ അവരുടെ അടുത്തേലെത്തിയോ? അവരല്ലേ, മന്ത്രിയല്ലേ ആക്രോശിച്ചുകൊണ്ട് KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് അടുത്തത്. അവരുടെ ചുറ്റും ഒരു 40 പോലീസുകാരുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ അവരുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. എന്നിട്ട് നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ പേരിൽ ഗോവിന്ദൻ മാസ്റ്റർ നാട് നീളെ അക്രമം അഴിച്ചുവിടാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. എല്ലായിടത്തും പ്രേരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി, സ്പീക്കർ, ഈ സ്പീക്കർക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാസ്തവത്തിൽ സ്പീക്കർക്ക് രാഷ്ട്രീയമില്ലാത്ത ആളാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം ആ സ്പീക്കർഷിപ്പിന്റെ ഒരു പദവിയുടെ വില കളയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും സ്പീക്കറെ ആദരിക്കുന്ന വ്യക്തിത്വമാണ്. ഇന്നലെ സ്പീക്കറുടെ ആ നടപടി ഒരു കാരണവശാലും ആരും അംഗീകരിക്കുന്നില്ല. DYFI പ്രവർത്തകനെ പോലെയാണ് ഇന്നലെ സ്പീക്കർ പെരുമാറിയത്. വളരെ ദൌർഭാഗ്യകരമായി പോയി. പഴയ DYFI പ്രവർത്തകരാണെങ്കിലും അദ്ദേഹം ഇപ്പം കേരള നിയമസഭയുടെ സ്പീക്കറാണ്. എല്ലാ പക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഭരണകക്ഷിക്കുമൊക്കെ ഒരേപോലെ ന്യായവും നീതിയും നടപ്പാക്കേണ്ട വ്യക്തിയാണ് ഇന്നലെ ഈ എല്ലാ പ്രകോപനത്തിനും വഴിതെളിച്ചത്. ഇവരെ ആരാക്രമിച്ചത്? എന്ത് പരിക്കാവുള്ള? ICUയിൽ കൊണ്ടുപോകാൻ മെഡിക്കൽ ബോർഡ് കൂടുകയാണ്. ഒരു പാവപ്പെട്ട ഒരാൾക്ക് മാരകമായ പരിക്കേറ്റാൽ പോലും ICU പ്രവേശിപ്പിക്കുകയോ മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാവുകയോ ചെയ്യാറില്ല. അപ്പൊ ഇതെല്ലാം നാട്യമാണ്. ഈ നാട്യവും അഭിനയവും ഒക്കെ കേരളത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ KSU പ്രവർത്തകർക്ക് നേരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയാണ്. വാസ്തവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത് മന്ത്രിയെ തടഞ്ഞ ആ പോലീസുകാരുടെ പേരിലാണ്. വനിതാ പോലീസുകാർ അടക്കമുള്ളവരുടെ പേരിലാണ് കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടത്. DGP ഇത് മനസ്സിലാക്കണം. ഇത് എന്താ സംഭവിച്ചതെന്ന് അദ്ദേഹം കാണണം. കാണാതെ KSU പ്രവർത്തകരുടെ നേരെ നീതിരഹിതമായി പ്രവർത്തിച്ചാൽ കോടതിയുണ്ട്. ഞങ്ങൾ കോടതിയിൽ പോകും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര നടത്തിയപ്പം ഞങ്ങളുടെ പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ടടിച്ച് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികളെ ഭീകരമായി മർദ്ദിച്ച ആളുകളുടെ പേരിൽ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാനിന്ന് KPC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കല്ലെടുത്തെറിഞ്ഞ് അദ്ദേഹത്തെ ബോധരഹിതനായി വീണ് അദ്ദേഹത്തിന്റെ ശരീരത്ത് രക്തം വാർന്നൊഴുകുകയുണ്ടായി. എന്നെ അന്നേരം ഉമ്മൻചാണ്ടി വിളിച്ചു പറഞ്ഞത് ഒരു പ്രതിഷേധവും വേണ്ടെന്നാണ്. ഞാൻ വാസ്തവത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യാൻ വേണ്ടി പോയതാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച സംഭവം ഗുരുതരമല്ലേ? പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചു, ഒരു പ്രതിഷേധവും വേണ്ട എന്ന്. ഇന്നലെ കേരളത്തിൽ എന്താ കാട്ടിക്കൂട്ടിയെ? കേരളത്തിൽ മുഴുവൻ കോൺഗ്രസിന്റെ പ്രചരണ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ബോർഡുകൾ മുഴുവൻ തകർത്തു. പ്രവർത്തകരെ മർദ്ദിച്ചു. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്വാഗത സംഘ ഓഫീസ് അടിച്ചു തകർത്തു. കേരളം മുഴുവൻ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളും പ്രചരണ വാഹനങ്ങളും ബോർഡുകളും ഒക്കെ അടിച്ചു തകർത്തു. ഇവിടെ ഹരിപ്പാടിൽ വെച്ചിരുന്ന ബോർഡുകൾ മുഴുവൻ തകർത്തു, വ്യാപകമായി തകർത്തു. അപ്പോൾ ഇപ്പോഴേ ഇവര് റിഹേഴ്സൽ നടത്തുകയാണ്. ഭരണത്തിൽ നിന്ന് പോകുമെന്ന് ഉറപ്പായപ്പോൾ പ്രതിപക്ഷത്ത്
പോകുന്നതിന്റെ റിഹേഴ്സലാണ് ഇന്നലെ വൈകുന്നേരം അരങ്ങേറിയത്. ഇതെല്ലാം കേരളം കാണുന്നുണ്ട്. മുഖ്യമന്ത്രി, ഇതെല്ലാം കേരളം കാണുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇതൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. വീണ ജോർജിന്റെ മേത്തൊരു മണ്ണ് പോലും ആരും നുള്ളിയിട്ടിട്ടില്ല. എന്നിട്ട് ഈ നാടകം നിങ്ങൾ കളിക്കുകയാണ്. ഈ നാടകത്തിന് ജനങ്ങൾ മറുപടി നൽകും. ഞാൻ ആ ഡേറ്റ മോഷണം പുറത്തു കൊണ്ടുവന്നില്ലെന്നും അതുകൂടി മറയ്ക്കാൻ വേണ്ടിയാണ് ഇന്നലെ ഈ അഭ്യാസം. പക്ഷെ അതൊന്നും മറിഞ്ഞു പോകുന്ന കാര്യമല്ല. നാളെ ഞാൻ കൂടുതൽ വിശദമായ വിവരങ്ങളുമായി നിങ്ങളെ കാണുന്നുണ്ട്. നാളെ രാവിലെ വിശദമായി ഞാൻ വീണ്ടും നിങ്ങളെ കാണുന്നുണ്ട്. ഡേറ്റ മോഷണത്തിന്റെ പുതിയ വിവരങ്ങൾ നാളെ ഞാൻ പുറത്തുവിടുന്നുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന ജനങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം ഇത് ആർക്ക് വേണ്ടിയാണ്? ഇങ്ങനെ നാട് നീളം മുഴുവൻ സർക്കാരിന്റെ പണം, ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണ്. പക്ഷെ അതിലൊന്നും കേരളത്തിലെ ജനങ്ങൾ വീണുപോകില്ല.